നമസ്തേ. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ശത്രുദോഷത്തിനും കാര്യസിദ്ധിക്കും സമ്പൽ സമൃദ്ധിക്കും ജപിക്കാവുന്ന ദുർഗാ നവാക്ഷരി മന്ത്രത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. 9 അക്ഷരങ്ങൾ ചേർന്ന മന്ത്രമായതിനാലാണ് ഇതിനെ നവാക്ഷരി മന്ത്രം എന്ന് അറിയപ്പെടുന്നത്. മന്ത്രം ഇതാണ്: ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായേ വിച്ചേ നമ. അതായത് ഇതിലെ ഐം എന്ന അക്ഷരം സരസ്വതി ദേവിയുടെ ബീജമന്ത്രമാണ്. ഹ്രീം എന്നത് ശക്തിയുടെ ബീജമന്ത്രമാണ്. ഇവിടെ ലക്ഷ്മി ദേവിയാണ് സംബോധന ചെയ്യുന്നത്. ക്ലീം എന്നാൽ കാളി ദേവിയുടെ ബീജമന്ത്രവും, ച എന്നാൽ ചണ്ഡൻ എന്ന അസുരനെ നിഗ്രഹിക്കാനായി ജന്മമെടുത്ത ചണ്ഡികാ ദേവിയെ, മും എന്നാൽ മുണ്ടൻ എന്ന അസുരനെ നിഗ്രഹിക്കാനായി ജന്മമെടുത്ത ദേവിയെ, ഡ എന്നാൽ ദുർഗതികളെയും കഷ്ടപ്പാടുകളെയും ഇല്ലാതാക്കുന്ന ദുർഗാദേവിയെ, യൈ എന്നാൽ ദേവിയെ നമ്മൾ പൂർണ്ണമായും സമർപ്പിക്കുന്നു, വി എന്നാൽ വിശേഷപ്പെട്ട അതായത് പ്രത്യേകിച്ച് എന്നർത്ഥവും, ജൈ എന്നാൽ രക്ഷിക്കണമേ, സംരക്ഷിക്കണമേ, നമ്മുടെ ശത്രുക്കളെയൊക്കെ ഇല്ലാതാക്കി നമുക്കൊരു കവചമായി തീരണേ എന്നുമാണ്. ഈ മന്ത്രം പൂർണ്ണതയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് അതിന്റെ ആദ്യം ഓം എന്നും അവസാനം നമ എന്നും കൂടെ ചേർക്കുന്നത്. അതായത് ഓം എന്നത് പരംബ്രഹ്മത്തെയും നമ എന്നത് നമസ്കരിക്കുന്നു എന്നുമാണ് അർത്ഥം. അങ്ങനെ ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായേ വിച്ചേ നമ എന്നതിലൂടെ അർത്ഥമാക്കുന്നത്: ഞാൻ ദുർഗാദേവിയെ നമിക്കുന്നു, അമ്മയുടെ 3 രൂപങ്ങളായ ലക്ഷ്മി, സരസ്വതി, കാളിയെ, കൂടാതെ ചണ്ഡമുണ്ട അസുരന്മാരെ വധിച്ച ഭാവത്തെയും സ്തുതിക്കുന്നു. ദേവി എനിക്ക് ജ്ഞാനവും സമ്പത്തും ശക്തിയും നൽകി എല്ലാ ശത്രുക്കളിൽ നിന്നും തിന്മകളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും ഞങ്ങൾക്ക് സംരക്ഷണമായി തീരണേ എന്നുമാണ്. ഈ മന്ത്രം തുടർച്ചയായിട്ട് 9 ദിവസങ്ങളാണ് ജപിക്കേണ്ടത്. ഇടയ്ക്ക് വെച്ച് മുടങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ആദ്യം മുതൽ ആരംഭിക്കേണ്ടതാണ്. പൗർണമി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ദിവസം ഈ മന്ത്രജപം ആരംഭിക്കാം. നിത്യവും 21 തവണയാണ് ജപിക്കേണ്ടത്. കുളിച്ചു ശുദ്ധമായി പൂജാമുറിയിൽ വന്ന് നിലവിളക്ക് കൊളുത്തി നമ്മുടെ ഒരു ഗുരുവിനെ മനസ്സിൽ ധ്യാനിക്കണം. ദക്ഷിണാമൂർത്തിയെ ഗുരുവായി സങ്കല്പിച്ച് ധ്യാനിക്കാവുന്നതാണ്. വടക്ക് ദിശയ്ക്ക് അഭിമുഖമായി ഇരുന്ന് വേണം ഈ മന്ത്രം ജപിക്കാനായിട്ട്. എല്ലാ മാസത്തിലെയും പ്രതിപദം മുതൽ നവമി വരെയുള്ള 9 ദിവസങ്ങൾ ഈ മന്ത്രങ്ങൾ 108 തവണ ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. ഈ മന്ത്രം ജപിച്ചതിനു ശേഷം ദുർഗാ പരമേശ്വരി മന്ത്രം കൂടി ജപിക്കുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായ സംരക്ഷണം ലഭിക്കുന്നതാണ്. ദുർഗാ പരമേശ്വരി മന്ത്രത്തെ പറ്റി അറിയാനായിട്ട് താഴെയുള്ള ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.